കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസത്തെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട RSS അജണ്ടയായ സെൻട്രലൈസേഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയാണിതെന്ന് പ്രസംഗിക്കുന്നത് നിഷ്കളങ്കരായ മനുഷ്യരെ, മാധ്യമപ്രവർത്തകരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ചില പാർലമെന്റ് മെമ്പർമാരുണ്ട്, നിങ്ങൾ കേൾക്കണം. തിരിഞ്ഞാൽ റീലാണ്, ചിരിച്ചാൽ റീല്, തിരിഞ്ഞാൽ റീല്, ഓടിയാൽ റീല്, നടന്നാൽ റീല്, കിടന്നാൽ റീല്, എവിടെയെങ്കിലും പാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ റീല്, സർവത്ര റീലാണ്. റീലെടുത്തി നടക്കുന്ന ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MP-മാരിൽ ആരെങ്കിലും ഒരാൾ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ PM ശ്രീക്കെതിരെ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയുന്നത് SSK ഫണ്ട് തടഞ്ഞു വെച്ചപ്പോ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു റീല് എന്തുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ ഇവരെ കഴിയാതെ പോയത്? അപ്പൊ കിടക്കുമ്പോഴും ചിരിക്കുമ്പോഴും നടക്കുമ്പോഴും റീലെടുക്കുന്ന കേരളത്തിലെ ചില UDF-ന്റെ MP-മാർക്ക് PM ശ്രീയുടെ ഭാഗമായി നടപ്പിലാക്കിയില്ലെങ്കിൽ SSK ഫണ്ട് തരില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോ ഒരക്ഷരം മിണ്ടാനില്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പൊ ഫണ്ട് എന്ന് പറഞ്ഞ് UDF-കാർ കരയുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഞാനും നേരിട്ട് പങ്കെടുക്കുമ്പോഴാണ് 1421 കോടി രൂപ SSK ഫണ്ടിൽ ഉൾപ്പെട്ടത് കേരളത്തിന് തടഞ്ഞു വച്ചിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അത് വിട്ടുകിട്ടാൻ അടിയന്തര നടപടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതേ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഈ നിസ്സാരമായ കോടിക്ക് വേണ്ടിയാണോ നിങ്ങൾ PMCയിൽ ഒപ്പിട്ടത് എന്നാണ്. അന്ന് നിസ്സാരമായ കോടിയായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ്. ഈ കേരളത്തിന് ലഭിക്കേണ്ട 1400-ൽ പരം കോടി രൂപ അന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിസ്സാരമായ കോടി രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതേ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതാവ് മുഖ്യമന്ത്രിയായപ്പോ ആ തുക ഒരു ബാധിച്ച തുകയായി മാറുന്നത് എങ്ങനെയാണെന്ന് ആ പറഞ്ഞ മഹാൻ ഈ കേരളത്തോടൊന്ന് വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? അന്ന് കേരളത്തിന് അർഹതപ്പെട്ടത് നമ്മുടെ SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് കൊടുക്കേണ്ടത്, ഉച്ചഭക്ഷണത്തിന് ഏട് കൊടുക്കേണ്ടത്, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് അവരുടെ സഹായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുൾപ്പെടെയുള്ള തുക കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെക്കുമ്പോ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ, പ്രതികരിക്കാൻ, പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ KSU ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്താണ് SFI സംസ്ഥാന കമ്മിറ്റി നേതൃത്വം കൊടുത്ത ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ ഞങ്ങൾ വിളിച്ചു ചേർത്തത്. രാഷ്ട്രീയമായ ഒരുപാട് വൈര്യം കേരളത്തിലെ KSUമായി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ 35 സഖാക്കൾ കേരളത്തിൽ കൊലയപ്പെടുമ്പോ അതിലേതാണ്ട് 12 സഖാക്കളെ കേരളത്തിൽ കൊലപ്പെടുത്തതിന് നേതൃത്വം കൊടുത്തത് KSUക്കാരാണ്. പക്ഷേ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചതിനെതിരെ ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ കേരളത്തിൽ SFI വിളിച്ചു ചേർത്തപ്പോ KSUവിനെയും SFI സ്വാഗതം ചെയ്തില്ലേ? അന്ന് ASFന്റെ സംസ്ഥാന സെക്രട്ടറി വന്നു, കേരള കോൺഗ്രസ് എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി നേതാക്കന്മാർ വന്നു, വിവിധ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ ആ SFIയുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലേക്ക് എത്തിച്ചേർന്നു. അവരവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. എന്തേ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ വേദിയിൽ വരാത്തതിൽ ഞങ്ങൾക്ക് പരിഭവമില്ല, പക്ഷേ ഇവിടുത്തെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളെ ബാധിക്കുന്ന SSK ഫണ്ട് തടഞ്ഞു വെക്കുമ്പോ ഒരക്ഷരം മിണ്ടാൻ കേരളത്തിന്, അവിടുത്തെ പ്രതിപക്ഷത്തിന്, KSUവിന് കഴിയാതെ പോയത്. ഇന്ന് കോടികളെ പറ്റി പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക്, സ്വപ്നങ്ങളെ പറ്റി പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കണമെന്ന് ആശങ്കാജനകമായി പറയുന്ന മുഖ്യമന്ത്രിയുണ്ട് നമുക്ക്. എന്റെ പൊന്നു മുഖ്യമന്ത്രി, നിങ്ങളോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, 1421 കോടി രൂപ ഈ കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് അത് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെച്ചപ്പോ ഈ 50-ഉം 100-ഉം കോടിക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാൻ പദ്ധതി തയ്യാറാക്കാൻ നിങ്ങൾ ഒരക്ഷരം കൊണ്ട് അന്നത്തെ കേന്ദ്രത്തെ വിമർശിക്കാൻ ഈ കേരളത്തിൽ എന്തുകൊണ്ട് രംഗത്ത് വന്നില്ല? അന്ന് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അന്ന് കേന്ദ്രം കേരളത്തോട് എന്ത് അവഗണന കാണിച്ചാലും നിങ്ങൾക്കത് ഇഷ്ടമായിരുന്നു. ആര് ചത്താലും വേണ്ടതില്ല, ആ ചത്താൽ ആ ചാവുന്നതിൽ നിന്ന് ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് അന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പരിശോധിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇന്ന് കേരളത്തിന്റെ അധികാരത്തിലേക്ക് UDF എത്തിച്ചേർന്നിരിക്കുമ്പോ ഒരു മടിയുമില്ലാതെ അവർ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ PM3 നടപ്പിലാക്കും എന്ന്. പല വാർത്താ സമ്മേളനങ്ങളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വാക്കാണ്
ഏറ്റവും പ്രധാനം എന്ന് ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് യഥാർത്ഥ ദൈവത്തിന്റെ രൂപമാണെങ്കിൽ എങ്ങനെയാണ് മിസ്റ്റർ വി ഡി സതീശ നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന കസേരയിലിരുന്ന് ഇങ്ങനെ കള്ളം പറയാൻ കഴിയുന്നത്? വിഷമത്തോടെ പറയട്ടെ, വിമർശനത്തിനു വേണ്ടി പറയുകയല്ല. നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ട മനുഷ്യരെ, നമ്മുടെ കേരളത്തെ ഭരിക്കുന്നത് ഒരു പാത്തോളജിക്കൽ ലയറാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എങ്ങനെ വിദഗ്ധമായി കള്ളം പറയാമെന്നും ആ കള്ളം എങ്ങനെ വലിപ്പിക്കാമെന്നും അയാൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. PM3 മരവിപ്പിച്ചതായി പേപ്പറില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു. നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു PM3 പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് കേരളത്തിലെ ഗവൺമെന്റ് വാങ്ങി. നിർഭാഗ്യവശാൽ അതിലും പിന്നീട് ഒരു ചോദ്യം അദ്ദേഹത്തിന് മുമ്പിൽ മുഴങ്ങിക്കേട്ടില്ല. സംസ്ഥാന സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചു. ചവിട്ടുകൊട്ടയെ പറ്റിയും അറബിക്കടലിനെ പറ്റിയും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. എന്റെ പൊന്ന് ലീഗുകാരാ, CHന്റെ പേരിൽ ഈ കേരളത്തിൽ സ്കൂളുകളില്ലേ? മഹാനായ CHന്റെ പേര് നിങ്ങൾ ദേശീയ ആസ്ഥാനം പണിഞ്ഞപ്പോ ലീഗുകാരനിട്ടില്ല. പോട്ടെ, CHനെ നിങ്ങൾ മറന്നു എന്ന് ഞങ്ങൾ വിമർശിക്കുന്നില്ല. പക്ഷേ CHന്റെ പേരിൽ ഈ കേരളത്തിൽ സ്കൂളുകളില്ലേ? ആ CHന്റെ പേരിലുള്ള സ്കൂളുകൾക്ക് മുന്നിൽ PM3 പദ്ധതിയുടെ ഭാഗമായി ബോർഡ് വെച്ച് PM3 സ്കൂൾ എന്ന് നാളെ വിളിക്കാൻ പോകുമ്പോ അതിന്റെ ഫ്രണ്ടിൽ പോയി ഒരു വൈഡ് ആംഗിൾ സെൽഫി എടുക്കാൻ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും KM ഷാജിയും പോകുമോ എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എവിടേക്ക് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്നു? 22 MLA-മാരുള്ള ലീഗിന്റെ സ്ഥിതി ഇന്ന് മുന്നണിക്കകത്ത് എന്താണ്? വിശദീകരിക്കാൻ അവർ തയ്യാറുണ്ടോ? കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടതിന്റെ അനുഭവം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തോടെന്ന് പറഞ്ഞത് ഇന്നും പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ നടപ്പിലാക്കാതെ മറ്റു നിർവാഹമില്ല എന്നാണ്. നിങ്ങൾ നോക്കൂ, താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു? ഇടതുപക്ഷ ഗവൺമെന്റ് PM3യുടെ ഭാഗമായി 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല. ഇനി എങ്ങനെ ഇത് നടപ്പിലാക്കാതിരിക്കും? ഒരു പാഴൂർ പടിയിലും പോയി പ്രശ്നം വെച്ച് VD സതീശ നിങ്ങൾ നോക്കേണ്ടതില്ല. ലീഗുകാരെ, നിങ്ങൾ പാലക്കാട് ഹൗസിൽ ഇരുന്ന് ഒരു ദിവസം മുഴുവൻ കമ്മിറ്റി കൂടി അത് ആലോചിക്കേണ്ട കാര്യവുമില്ല. സ്കൂളിന്റെ ലിസ്റ്റ് കൊടുക്കാതിരുന്നാൽ PM3 പദ്ധതി നടപ്പിലാവാൻ പോകുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ഓരോ സ്കൂളിന്റെ ലിസ്റ്റും കേരളത്തിൽ കൊടുത്തിട്ടില്ല PM3 നടപ്പിലാക്കാൻ. PM3 സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂളിന്റെ ലിസ്റ്റ് പോലും കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ഈ കേരളത്തിലെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു സ്കൂൾ പോലും PM3 നടപ്പിലാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിക്കാത്ത കാലം നിങ്ങൾ ഇനി സ്കൂളിന്റെ ലിസ്റ്റ് കൊടുത്താലേ കേരളത്തിൽ PM3 നടപ്പിലാകൂ. അപ്പോ നിങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് സ്കൂളിന്റെ ലിസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഈ കേരളത്തിന്റെ സ്കൂളുകൾ PM3യുടെ എക്സംപ്ലർ സ്കൂളുകളായി മാറാൻ പോവുകയാണ്. നിങ്ങൾ പ്രത്യക്ഷത്തിൽ പണം വാങ്ങുകയും പരോക്ഷമായി സംഘപരിവാറിന്റെ പിന്തുണയും വാങ്ങി ഈ കേരളത്തിനകത്ത് ഭരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ നിങ്ങൾ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ അവസാന വരിയെ പറ്റി ഇവിടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചു. ആ വരിയിലെ ആദ്യത്തെ വാചകം നിങ്ങൾ പറയുന്നത് നമുക്ക് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണം, നമ്മുടെ ദിശ എങ്ങോട്ടാണ് എന്ന് തീരുമാനിക്കണമെന്നാണ്. നിർഭാഗ്യത്തോടെ പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കട്ടെ, നിർഭാഗ്യവശാൽ ഈ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ ദിശ ഇന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് സംഘപരിവാരത്തിന്റെ ആലയിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ സംഘപരിവാരത്തിന്റെ ആലയിലേക്ക് നയിക്കപ്പെട്ടതാണ് ഇന്നത്തെ UDFന്റെ മന്ത്രിസഭ. ആ ആലയിലേക്ക് VD സതീശൻ UDFന്റെ പേര് അങ്ങനെ വലിയ ആവേശത്തിൽ തെളിയിച്ചു കൊണ്ടുപോകുമ്പോ ഒരക്ഷരം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്, രാജ്യത്തെ AICCക്ക് ഈ VD സതീശനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? KPCC പ്രസിഡന്റ് ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ആദ്യം തന്നെ ആ മഹാനുഭാവനെ VD സതീശൻ ഒതുക്കി ഒരു മൂലയിലേക്ക് ഇപ്പോ ഇരുത്തിയിരിക്കുകയാണ്. അളിയന്റെ നിയമവുമായി പാവം സണ്ണി ജോസഫ് ചെന്നപ്പോ ആവേശത്തോടെയാണ് VD സതീശൻ വിളിച്ചിരുത്തി അളിയന്റെ നിയമനത്തിന്റെ ഫയലിൽ ഒപ്പിട്ട് കൊടുത്ത്. എന്നിട്ട് ഇതേ VD സതീശൻ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു സണ്ണി ജോസഫ് ഒരു അളിയനെ നിയമിച്ചിട്ടുണ്ട് പോലും. നിയമന ഉത്തരവിൽ ഒപ്പിട്ട ആൾ മുഖ്യമന്ത്രിയാണ്.
ആ നിയമന ഉത്തരവിൽ ഒപ്പിട്ട അതേ മുഖ്യമന്ത്രി സണ്ണി ജോസഫിനിട്ട് പണി കൊടുത്തിട്ട് അളിയന്റെ നിയമന വാർത്ത കേരളത്തിൽ പുറത്തേക്ക് വിട്ടു. അളിയന്റെ അളിയനാണ് അളിയ എന്ന് വി ഡി സതീശൻ കെട്ടിപ്പിടിച്ച് സണ്ണി ജോസഫിന് ഉമ്മ കൊടുത്ത ശേഷം പിന്നെ സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ക മ എന്ന രണ്ടക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. നൈസായി കേരളത്തിലെ KPCC പ്രസിഡന്റിനെ ഒതുക്കി ഒരു മൂലയിലേക്ക് ഇരുത്തി. ഇത്തരം നയപരമായ വിഷയങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് നിലപാട് പറയേണ്ടടുത്ത് KPCC പ്രസിഡന്റ് മിണ്ടുന്നില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കണം, എന്തേ KPCC പ്രസിഡന്റ് PM3യിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും KPCC പ്രസിഡന്റ് അല്ലേ എന്ന്. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി പാവം പിടിച്ചവൻ, ആ പാവം പിടിച്ചവൻ മുഖ്യമന്ത്രിയാവുമെന്നറിഞ്ഞ് അദാനി വിലക്കെടുത്ത മാധ്യമ സംഘത്തെ കൊണ്ട് ഈ കേരളത്തിനകത്ത് KC വേണുഗോപാലിനെതിരെ നടത്താൻ കഴിയുന്ന എല്ലാ ദുഷ്പ്രചരണങ്ങളും നടത്തി നമ്പർ 1 സംഘപരിവാർ ഏജന്റാണ് KC വേണുഗോപാൽ എന്ന് കോൺഗ്രസ് പ്രൊഫൈലുകളെ കൊണ്ട് എഴുതിപ്പിച്ചത് വി ഡി സതീശനാണ്. ആ KC വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് PM3 നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ വിവരമൊന്നുമില്ല എന്നാണ്. AICCയുടെ കീഴിലല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയും പറയണം. ആൻഡമാൻ നിക്കോബാറിൽ രാഹുൽ ഗാന്ധി പോയി അദാനിക്കെതിരെ സമരം നടത്തുകയാണ്. ഈ രാജ്യത്തെമ്പാടും അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുകയാണ്. ധവളപത്രത്തിലും അതോടൊപ്പം തന്നെ ബഡ്ജറ്റിലും അദാനിയെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിനകത്ത് കടൽ തീരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, കേരളത്തിന്റെ ഭൂമിയെ പതിച്ചു കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള നയപരമായ വ്യതിയാനങ്ങളിലേക്ക് UDF ഗവൺമെന്റ് പോകുമ്പോ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഈ കേരളത്തിന്റെ തെരുവോരത്തുണ്ടാവും. AM3 ഒപ്പിടാൻ തീരുമാനിച്ചപ്പോഴും നിലപാട് പ്രഖ്യാപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. ആ നിലപാട് ഈ കേരളത്തിനകത്ത് PM3 നടപ്പിലാക്കരുത് എന്നാണ്. PM3 നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞാൽ പദ്ധതിയുടെ ഭാഗമായ ഒരു സ്കൂൾ പോലും തെരഞ്ഞെടുക്കരുത് എന്നാണ്. പദ്ധതിയുടെ ഭാഗമായ ഒരു സ്കൂളിൽ പോലും PM3യും NEPയും നടപ്പിലാക്കരുത് എന്നാണ്. ആ പ്രഖ്യാപിതമായ നിലപാട് ഈ കേരളത്തിനകത്ത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അസംഖ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലപാടിനെ പിൻപറ്റി അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കേരളത്തിൽ SFI നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഹൃദയാഭിവാദനം.